പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സൈലന്ത്രിയുടെ മടിത്തട്ടിലേക്ക് പോകാം. സൈലന്റ് വാലിയിലേക്ക് കരിമ്പനകൾ സ്വാഗതം ചെയ്യുന്ന, പാലക്കാടിന്റെ കാനന സൗന്ദര്യം നിലനിൽക്കുന്ന നീലമലകളിൽ അട്ടപ്പാടിയിലേക്ക്. മണ്ണാർക്കാട് നിന്നും നമ്മൾ കാണുന്ന വലിയവൻമൺ മല ഇതാണ്. ഇതിന്റെ അടിവാരത്ത് നിന്നും ചുരം കയറിയാണ് യാത്ര. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. സാധാരണ സഞ്ചാരികൾ വാഹനം നിർത്തി ചുറ്റുപാടും ഒന്ന് കണ്ണോടിക്കും. എന്റെ യാത്ര രാവിലെ ആയതുകൊണ്ടാണ് കോടമഞ്ഞ് മണ്ണിന് ഉമ്മ വയ്ക്കുന്നതേയുള്ളൂ. പ്ലാസ്റ്റിക്കും മദ്യവും നിരോധിത മേഖലയാണ്. ഒരു സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്നത് കാട് കാണാനാണ്, കാട്ടുമൃഗങ്ങളെ കാണാനല്ല. ഇത് മണ്ണാർക്കാട് ആനക്കട്ടി റോഡാണ്. മുക്കാലി എന്ന ഗ്രാമത്തിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. വിദേശികൾ ധാരാളം വരുന്ന സ്ഥലമാണ്. ഗേറ്റ് തകർന്ന് മറ്റൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. തൊഴിലാളികൾ തോട്ടത്തിലേക്ക് പോകുന്നു. ക്യാമറയിൽ നിന്നും രക്ഷപ്പെടാൻ തലകുമ്പിട്ടാണ് പോകുന്നത്. വനയാത്രയുടെ ലക്ഷ്യം വന്യമൃഗങ്ങളെ കാണാനല്ല, മറിച്ച് പ്രകൃതിയുടെ നൈസർഗിക ഭാവത്തെ കണ്ടെത്തലാണ്. ടിക്കറ്റ് കൗണ്ടറും വനശ്രീയുടെ ഒരു ഇക്കോ ഷോപ്പും ഇവിടെയുണ്ട്. ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ആണ് കാടിനകത്തേക്കുള്ള യാത്ര. ഇടതു ഭാഗം മുഴുവനും തോട്ടങ്ങളാണ്. പോകുന്ന വഴിയിൽ ആദിവാസി കോളനിയുണ്ട്. ആദിവാസികളല്ല, വനവാസികൾ എന്ന് പറയും. ഇന്നവർ വിദ്യാസമ്പന്നരാണ്. വർഷത്തിൽ 8 മാസവും മഴ പെയ്യുന്ന ഈ സ്ഥലത്ത് മണ്ണ് സ്പോഞ്ച് പോലെയാണ്. ജലത്തെ മണ്ണ് വലിച്ചെടുക്കുന്നു. ഈ കാട് നിത്യഹരിത വനമായി അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. വാഹനങ്ങളുടെ ടയർ പോകാനായി റോഡ് മാത്രം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. കാട് വെട്ടുന്ന ജോലി നടക്കുന്നു. ആദിവാസികളാണ്. അവർക്ക് മാത്രമേ കാട്ടിൽ കയറാൻ അനുവാദമുള്ളൂ. ഇവിടുത്തെ ജോലി മുഴുവനും അവർക്കായി സംവരണം ചെയ്തിരിക്കുന്നു. പ്രധാനമായും ആദിവാസികൾ 3 ജാതികളാണ്: മുതുകർ, ഇരുളർ, കുറവർ. 3 ജാതിക്കും പ്രത്യേകം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. എന്റെ കൂടെ യാത്ര ചെയ്യുന്നത് ഇവരാണ്. ഇപ്പോൾ കാണുന്നത് 300 കൊല്ലത്തിന് മുകളിൽ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്ലാവാണ്. ഒരു മുതുമുത്തശ്ശൻ പ്ലാവ്. ചില ശിഖരങ്ങൾ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പന്തൻതോട് APC എന്ന ബ്ലോക്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും 3 ദിവസം താമസിച്ച് കാട്ടിലൂടെ സഞ്ചരിച്ച് കാടിന്റെ സുഗന്ധം ആസ്വദിച്ച് മടങ്ങാം. കാട്ടുപൈ എന്ന മരമാണിത്. ഇതിന്റെ കരയിൽ നിന്നുമാണ് കുന്തിരിക്ക ഉണ്ടാക്കുന്നത്. തൊട്ടടുത്ത് ഒരു ചോലയും ജലം കുറവാണ്. ഇതാ മറ്റൊരു കാട്ടുചോല. ഇവിടെ വന്നവർ മുഖം കഴുകുന്നു. കാടിന്റെ കുളിരുള്ള ജലം. മുക്കാലിയിൽ നിന്നും 23 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇതിൽ 3 കിലോമീറ്റർ ദൂരമാണ് ഒറിജിനൽ കാട്ടിലൂടെയുള്ള സഞ്ചാരം. ഇവിടെ മൃഗങ്ങൾക്കാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം ആദിവാസികൾ. അവർക്ക് കാട്ടിൽ കയറി തേനെടുക്കാം, വനവിഭവങ്ങൾ ശേഖരിക്കാം. ഇതാണ് സൈലന്റ് വാലി ഒറിജിനൽ കാട്ടിലേക്കുള്ള മെയിൻ ഗേറ്റ്. സൈലന്ത്രി ടവറിനടുത്ത് ഡ്രൈവർ എന്നയാൾ സെക്യൂരിറ്റിയും ഗൈഡും കൂടിയാണ്. 1985 സെപ്റ്റംബർ 7 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് സൈലന്ത്രി ടവർ ഉദ്ഘാടനം ചെയ്തത്. 4 ചുറ്റും
ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ച് 4 ഭാഗത്തേക്കും ഇരുമ്പ് കമ്പി വലിച്ചു കെട്ടിയാണ് ഇതിന്റെ നിർമ്മാണം. ഒരു സമയത്ത് 12 ആളുകളിൽ കൂടുതൽ കയറാൻ പാടില്ല. ഒന്നാം നിലയിൽ കയറുമ്പോൾ തന്നെ കാട് നമ്മളെ വിസ്മയിപ്പിക്കും. തേക്ക്, റോസ്വുഡ്, നെല്ലി, മുള, സെമൻ, വെടിപ്ലാവ്, 4 ചുറ്റും നാനാതരം മരങ്ങൾ, തളിരും പൂവും കായും വ്യത്യസ്തം, വലിയ വലിയ കുന്നുകൾ, മുന്നിലെ നടപ്പാലം, അങ്ങകലെ നീലമലകൾ. ഈ ടവറിന്റെ പേരാണ് സൈരന്ത്രി ടവർ. ഇതിനു മുകളിൽ നിൽക്കുമ്പോൾ ആനമുടി മലയുടെ ഭാഗവും നീലഗിരി കുന്നുകളും കാണാൻ കഴിയും. അകലെ വെള്ളിപ്പൊട്ടുമാതിരി കാണുന്നതാണ് സൈരന്ത്രി. ഈ കാണുന്ന മലകൾക്കപ്പുറം നീലഗിരി കുന്നുകളും അതിനപ്പുറം ഊട്ടിയുമാണ്. സൈരന്ത്രി 4 പുഴയായി അറിയപ്പെടുന്നു. അവിടെ ഇപ്പോൾ സൈരന്ത്രിയാണ്. മണ്ണാർക്കാട് എത്തുമ്പോൾ കുന്തിപ്പുഴയായും, തൂതയിലെത്തുമ്പോൾ തൂതപ്പുഴയായും, പിന്നെ ഭാരതപ്പുഴയുടെ പോഷക നദിയായും അറിയപ്പെടുന്നു. അവൾ ഇതാ ഈ മലയുടെ വിടവിലൂടെയാണ് താഴേക്ക് പോകുന്നത്. മലയുടെ മാറിലെ വിയർപ്പ് തുള്ളി ഉറവയായി, ചോലയായി, സൈരന്ത്രിയായി. നോക്കൂ, താഴേക്ക് മനോഹരമായി ഒഴുകുന്നു. 1985 മുമ്പ് ഇവിടെ ഒരു ഡാം നിർമ്മിക്കുവാൻ പദ്ധതിയിട്ടു. എന്നാൽ ഇന്ത്യയിൽ അപൂർവമായി കണ്ടുവരുന്നത് അന്യം നിന്നു പോകുന്നതുമായ സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമായ ഈ സ്ഥലം വെള്ളത്തിൽ മുങ്ങിപ്പോയാലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പല സംഘടനകളുടെയും എതിർപ്പ് മൂലമാണ് ഇവിടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. ഇവിടെ ഒരു മ്യൂസിയമുണ്ട്. സൈലന്റ് വാലിയിലുള്ള ഔഷധ സസ്യങ്ങൾ, പൂവുകൾ, കായ്കൾ, മരുന്നുകൾ, കേരളത്തിന്റെ സംരക്ഷിത കാടുകളുടെ വിവരണം, സൈലന്റ് വാലിയുടെ സ്കെച്ച്, ആന, കടുവ, കാട്ടുപോത്ത്, ധാരാളം മൃഗങ്ങളുടെ ഫോട്ടോകൾ, കാട്ടിൽ നിന്നും ശേഖരിച്ച അവയുടെ പാദമുദ്രകളും സസ്യങ്ങളുടെ ഫോട്ടോഷോപ്പും അവയുടെ പേരും വിവരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സൈലന്റ് വാലി. മലപ്പുറം ജില്ലയുടെ ഭാഗം, തമിഴ്നാടിന്റെ ഭാഗം, അങ്ങനെ വിശാലമായൊരു ഭൂപ്രദേശം 89.52 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നിന്നും ചായയും കടിയും കഴിച്ച് സൈരന്ത്രിയുടെ മടിത്തട്ടിലേക്ക് ഒരു ചെറിയ കാട്ടുചോല. ഇത് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു. താഴോട്ടുള്ള വഴി ചരൽപാതയാണ്. ഇറക്കവും ചുരം മാതിരി താഴോട്ട് ഇറങ്ങണം. കൂടെ വരുന്നയാൾ ഡ്രൈവറും ഗൈഡും മാത്രമല്ല, സംരക്ഷകനും കൂടിയാണ്. അയാൾ മുൻപേ പോകും. ടിക്കറ്റിനൊപ്പം സഞ്ചാരികൾക്ക് ഇൻഷുറൻസും അതിൽപ്പെടും. കാട്ടുമൃഗങ്ങൾ ആക്രമിക്കപ്പെടാം, എന്നാൽ ഇതുവരെയും ഇവിടെ ആരെയും മൃഗങ്ങൾ ആക്രമിച്ചതായി പറയുന്നില്ല. കാരണം ഇവിടെ മൃഗങ്ങളെ ആരും ഉപദ്രവിക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട കാട്ടുചോല വലുതായി അരുവിയായി വഴിക്ക് കുറുകെ താഴേക്ക് പോകുന്നു.
കാട്ടിലൂടെ നടക്കുമ്പോൾ നേരിട്ട് ഓക്സിജൻ ലഭിക്കുന്നു, ശ്വാസകോശം ശുചിയാവുന്നു, ശരീരം തണുക്കുന്നു. മരങ്ങളുടെ ഗന്ധം, പൂക്കളുടെ നറുമണം, കിളികളുടെ ഒച്ച, കാടിന്റെ സംഗീതം വല്ലാത്തൊരു ആംബിയറാണ്. മരങ്ങളുടെ ഇടയിലൂടെ നോക്കിയാൽ നമ്മൾ കണ്ട അരുവി സൈരന്ധ്രിയുടെ അരികിലേക്ക് അവളെ പുണരാനായി കുതിക്കുന്നു. ഇവിടെ ഒരു പാലത്തിന്റെ വർക്ക് നടക്കുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം വർക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ നിന്നിരുന്ന പാലം ഒഴുകിപ്പോയി. അതിനു മുമ്പ് പാലത്തിലൂടെ അക്കരയ്ക്ക് പോകാമായിരുന്നു. കാടിന്റെ പരിശുദ്ധിയും കുളിർമയും ഏറ്റുവാങ്ങി പാറകളിൽ തലതല്ലി പൊട്ടിച്ചിരിച്ച് പാദസരം കിലുക്കി കളകളാരവത്തോടെ അവൾ വരുന്നു. അവളുടെ മാറിടത്തിലേക്ക് മുങ്ങിത്താഴാൻ മോഹം. പക്ഷേ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഞാൻ. കൂടാതെ ഇറങ്ങാൻ അനുവാദമില്ല. പഞ്ചപാണ്ഡവന്മാർ തങ്ങളുടെ അജ്ഞാതവാസ സമയത്ത് സൈരന്ധ്രിയോടൊപ്പം ഇവിടെ വന്നുവെന്നും സൈരന്ധ്രി ഈ പുഴയിൽ മുങ്ങിക്കുളിച്ചുവെന്നും അങ്ങനെയാണ് ഈ പുഴയ്ക്ക് സൈരന്ധ്രി എന്ന പേര് വന്നതെന്നും വിശ്വസിക്കുന്നു. പുതിയ പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്ന സ്ഥലമാണ്. മടങ്ങിപ്പോരുമ്പോൾ കാടിന്റെ വിടവിലൂടെ ഞാൻ സൈരന്ധ്രിയെ തിരിഞ്ഞു. ആ മോഹം നടന്നില്ല. ഇതാ ഇവിടെ ഒരു മരം കണ്ടു. പശുപതി എന്ന ബോർഡ് എഴുതിയിരിക്കുന്നു. ഈ മരത്തിന് എന്ത് പ്രത്യേകതയെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ കമന്റിൽ പറയൂ. മടങ്ങുമ്പോൾ നിരാശയില്ല. കാട് കാണാനല്ലേ വന്നത്, മൃഗങ്ങളെ അല്ലല്ലോ. മൃഗങ്ങളെ കാണാൻ മൃഗശാലയിൽ പോയാൽ പോലെ. പെട്ടെന്ന് ഡ്രൈവർ വണ്ടി നിർത്തി. അങ്ങകലെ എന്റെ ക്യാമറ കണ്ണുകൾക്കരികിൽ ചില്ലകൾ അനങ്ങുന്നു. ഒരു കറുത്ത നിഴൽ ചാടുന്നു. എന്നെ നോക്കി തല വെട്ടിച്ചു. കൊഞ്ഞണം കാട്ടി. അത് പൊട്ടിച്ചിരിക്കും പോലെ കാണിക്കുന്നു. ഇത് ഞങ്ങളുടെ കാടാണ്. ഇവിടെ നാട്ടുവാസികൾക്ക് എന്താ കാര്യം? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.